ഒരു കാര്യം പിടികിട്ടി, ഇടഞ്ഞു വരുന്ന ആനകളുടെ മുന്നിൽ തമ്പിച്ചാൻ പാട്ട് പാടിയ പകുതി എണ്ണത്തിനെ ഒതുക്കി നിർത്തിയത്. അപ്പോൾ എല്ലാ ആനകൾക്കും പാട്ടുകൊണ്ട് നിൽക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ട ആനകളെ മെരിക്കാനുള്ള സാധനങ്ങളാണ് ഈ കയ്യിലിരിക്കുന്നത്. അത് തുടങ്ങട്ടെ? തുടങ്ങിക്കോ. അത് ഒരാന പിണങ്ങുന്നതും ഒരു പെണ്ണ് പിണങ്ങുന്നതിനും സമയമൊന്നും കാരണമില്ല. നിസ്സാര കാര്യം മതി ഒരു ആന പിണങ്ങാൻ, നിസ്സാര കാര്യം മതി ഒരു പെണ്ണ് പിണങ്ങാൻ. കരിങ്കല്ല് അടിക്കാതെ പൊട്ടുമെങ്കിലേ ആന അടിക്കാതെ ഒതുങ്ങത്തുള്ളൂ. ഇത് ആനപ്പണിയാണ്. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ള കരിങ്കല്ല് തന്നെ പൊട്ടുമെങ്കിൽ, പ്രകൃതി പൊട്ടുമെങ്കിൽ ആനയെ അടിക്കാതെ ഒതുങ്ങത്തുള്ളൂ. ചിലർ പറയും ആനയെ തല്ലിയിട്ട് ആന വഴക്കുണ്ടാക്കുന്നില്ല. നല്ലവണ്ണം തല്ലുന്നവനെ കണ്ട ആനയ്ക്ക് പേടിയാണ്. അങ്ങനെ ഞാൻ ഈ ചുരുളീരത്തോട് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാന പിണങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു. 46 ദിവസം ആന പിണങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. ആനയെ അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആന ഒരു മുളംകുറ്റിയെ കെട്ടിയിരിക്കുക. ആനക്കാരൻ പണിതുകൊണ്ടിരുന്നവൻ സമയത്ത് ആനയ്ക്ക് ഒലിപ്പുണ്ടായി, നീരിൻ്റെ ആരംഭം, മതമ്പാട് ഉണ്ടായപ്പോൾ ആന പുറത്തിരുന്ന് പണിതുകൊണ്ടിരുന്നവൻ ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ പരുവത്തിന് തന്നെ ഒരു മുളംകുറ്റിയിൽ ആനയെ കുടക്കിയിരിക്കുക. ആന ചങ്ങല നീളത്തിൽ കിടക്കുക. അപ്പോൾ എപ്പോഴും ആന ആ ചങ്ങല പറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല അന്നത്തെ കാലത്ത് നല്ല പേരുള്ള ആനക്കാരാണ് മണക്കാട്ട് കൃഷ്ണൻ നായർ, ആപ്പാഞ്ചിറ തെല്ലപ്പൻ, പിന്നെ പുലിയന്നു ബാലൻ, ഇങ്ങനെയുള്ള നല്ല വടക്കൻ നാടി നല്ല ആനക്കാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം വന്ന് നോക്കിയിട്ടു ആനയെ കെട്ടാൻ ഒരു മാർഗവുമില്ല, അഴിച്ചു മാറ്റാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അന്നത്തെ ഇടുക്കിയിലെ സബ് ഇൻസ്പെക്ടറായിട്ടിരുന്ന ആൾ ഈ മാന്നാറുകാരൻ ഒരു ജിന്നാ സാഹിബാണ്. അപ്പോൾ അയാൾ ജീപ്പയിൽ ഇങ്ങനെ ഒരു ആനക്കാരെ അന്വേഷിച്ചു. അപ്പം ഞാൻ ഇച്ചിരി കഞ്ചാവും ഒക്കെ വലിക്കുന്ന കാലമാണ് അന്നത്തെ കാലം. ഞാൻ കഞ്ചാവും ഒക്കെ വലിച്ചൊരു വട്ടം ഒരു കെട്ടുമൊക്കെ കെട്ടി കലുങ്കൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുമ്പോഴേ വണ്ടി ഈപ്പ് വരുന്നു. ഈപ്പ് കൊണ്ട് നിർത്തി, എടാ ഇനി വന്നേ, ഇവിടെ ആരുണ്ടാ നല്ല ആനക്കാർ. അപ്പം ഞാൻ അന്ന് ആരോടൊന്നും മുട്ടാത്തർക്കും സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. പിന്നെ വലിച്ച കഞ്ചാവും. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ചക്കരയും തേങ്ങായും ഒക്കെ കൊടുത്താന്നോ നല്ല ആനക്കാരെന്ന് പറയുന്നു. എന്താ നിൻ്റെ കയ്യിൽ ഏതാണ്ട് ശാലം പണിയുണ്ടല്ലോടാ എന്ന് എന്നോട് ആസെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആനക്കാരനാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ആന കയറുന്ന ആളാണ്. എൻ്റെ ഗുരുവിൻ്റെ പേര് കല്ലോണി രാമൻ നായർ എന്ന് പറയും. കല്ലോണി രാമൻ നായർ ഈ തെക്കൻ വടക്കൻ ആനക്കാരിൽ ഏറ്റവും പേരുള്ള ആളാണ്. ആ ആളിൻ്റെ കൂടെ 16 കൊല്ലം ഞാൻ ജോലി ചെയ്ത് പഠിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് ആനപ്പണി അറിയാം. എന്നാൽ കയറാൻ പറഞ്ഞു. ജീപ്പേ കയറ്റി എന്നെ അവിടെ കൊണ്ടുവന്നു. ചെന്ന് പെരിയാറിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. ഇവിടെ വീടിൻ്റെ അടുത്താണ്. ഇത് പെരിയാറ്, അങ്ങേക്കര ഇവരുടെ വീട്, ഇങ്ങേക്കര ആന നിൽക്കുക. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉത്സവപ്പറമ്പിൽ ആളുകൾ നിൽക്കുന്ന പോലെ ചെമ്പിനകത്ത് അരി വെക്കുന്നത് ആനപ്പാപ്പന്മാർക്ക് വരുന്നവർക്ക് കൊടുക്കുക, കഴിക്കാൻ പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരുത്തനും ആന അടിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കയറി ആന അടിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ഈ കൊണ്ടുവരുന്ന SI എന്നോട് ചോദിച്ചേടാ നിനക്ക് എന്തൊക്കെ ആയുധം വേണം? ഞാൻ പറഞ്ഞു, എനിക്ക് 2 പാട്ട വേണം. അപ്പോൾ അയാൾ എന്നെ കളിയാക്കി, എന്തോടെ പാട്ട അടിച്ച് നീ ആനയെ വിരട്ടാൻ പോകുന്നു? അല്ല, എനിക്കത് ആവശ്യം, അതുകൊണ്ട് പറഞ്ഞു. എൻ്റെ തൊഴിലിനകത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ട് വന്നു. അങ്ങനെ 2 പാട്ട വന്നു. ഞാൻ ആ പെരിയാറ്റിലിറങ്ങി ഒരു പാട്ട തലയിലും ഒരു പാട്ട വെള്ളം കോരി വെച്ചു. ഒരു പാട്ടയ്ക്കകത്ത് കൈകൊണ്ട് പിടിച്ച് ആന നിൽക്കുന്നിടത്തോട്ട് കയറി ചെല്ലുക. അപ്പോൾ 40-45 ദിവസം കൊണ്ട് വെള്ളം കുടിക്കാൻ നിന്ന ആനയല്ലേ. ഈ വെള്ളം തുളുമ്പുന്നത് കണ്ടുകൊണ്ട് ആന എന്നെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുക. എന്നെ ഓടിക്കണമെന്നുള്ള രീതിയൊന്നും ആനയ്ക്കില്ല, വെള്ളം കിട്ടിയാൽ മതി. അപ്പം മറ്റുള്ളവരെല്ലാം ആന ചെല്ലുന്ന പറഞ്ഞാൽ ദൂരെ നിന്ന് കമ്പെടുത്തെറിയുക. ഞാൻ ചെന്ന് പറഞ്ഞാൽ ആന എന്നെ ഓടിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ അന്ന് എനിക്കൊരു 16 വയസ്സ്, 19 വയസ്സൊക്കെ ഉള്ളൂ. അന്നെന്ന് പറഞ്ഞാൽ ചുടിചൂടാന്ന് നടക്കുന്ന പ്രായം എൻ്റെ. ഞാൻ എവിടെയും കയറി വടക്കുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് അന്നത്തെ സാഹചര്യത്തിൽ. ആ സാഹചര്യത്തിലാണ് ഈ ആന എടുത്ത് ഞാൻ കയറിച്ചില്ല. ആന എന്നെ ഓടിച്ചില്ല. ഞാൻ ആ വെള്ളം കൊടുത്ത് വെച്ചാൽ അവിടോട്ട് വെച്ച് ആന മുക്കി കുടിച്ചു. ആന എന്നെ ഓടിക്കണമെന്നോ എന്നെ ശ്രദ്ധിക്കണമെന്നോ ഒന്നുമില്ല. ആനയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാട്ടെടുത്തു. രണ്ടാമതൊരു പാട്ട വെള്ളം കൊണ്ട് വരുമ്പോഴത്തെ ആ വെള്ളം അവിടെ വെച്ചിട്ട് ആ കാലേ കിടന്ന ചങ്ങല ഒന്ന് കറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഇപ്പോഴത്തെ ഈ നീളമുള്ള പുഴുവാണ് ചാടുന്നത്. 10-40 ദിവസം ഒരേ കെട്ട് കിടന്നങ്ങ് പഴുത്ത് പുഴു ഇങ്ങനെ ചാടുക. അത് ഞാൻ കൈകൊണ്ട് വടിച്ചു കളഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ച് കാല് കഴുകി. അപ്പോഴും എന്നെ ആന ഓടിച്ചില്ല. അവിടുന്ന് ആനയെ ഞാൻ അഴിച്ച് പെരിയാറ്റി കൊണ്ടുവന്നു. ആ ചങ്ങലയുടെ തുമ്പ് കൊളുത്ത് തട്ടി പെരിയാറ്റി കൊണ്ടുവന്നു. ഞാൻ മുമ്പേ പോയി വിളിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവരൊക്കെ അന്നൊക്കെ ഇവർക്ക് 10, 20, 19, 20 വയസ്സേ ഉള്ളൂ. കഥയിലേക്ക് നമുക്ക് പിന്നെ വരാം.
ആ അപ്പം ഇവരെല്ലാം പറയുന്നുണ്ട് എങ്ങാണ്ടൊന്നൊരു ചെറുക്കം വന്ന് ചാകാൻ പോവുക എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം ആന അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം പറഞ്ഞിട്ട് നമ്മളാരും ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, ആന അടിച്ചല്ലോ. അപ്പോൾ ഇവർ മണ്ണെണ്ണ വിളക്കും പിന്നെ പന്തും ഒക്കെ കത്തിച്ച് രാത്രി ഉറങ്ങാതിരിക്കുക. ആന ചങ്കല എപ്പോഴാണ് പറിച്ചുകൊണ്ട് വരുന്നത് അറിയാൻ നോക്കൂ. ഉടുമ്പൻചോല താലൂക്കിൻ്റെ വടക്കേ അറ്റവാണ് പെരിയാർ വാലി. ആ പെരിയാർ വാലിലെ അടക്ക് പെരിയാറാണ്. പെരിയാറിന് അങ്ങേക്കരയാണ്, ഉടുമ്പൻചോല താലൂക്കല്ല, തൊടുപുഴ താലൂക്കാണ്. ഇങ്ങനെ 2 താലൂക്കിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ആനയെ ഞാൻ അഴിച്ചു. എനിക്ക് നോട്ടുമാലയൊക്കെ കിട്ടി. ആ ജിന്നാ സാഹിബ് എന്ന് പറയുന്ന എസ് എനിക്കൊരു നോട്ടുമാല തന്നു. പിന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ കൊച്ചുമക്കാരാ, ഈരാറ്റുപേട്ട കൊച്ചുമക്കാരാ. അയാൾ ഒരു 1001 രൂപ അന്ന് എനിക്ക് തന്നു. അന്നത്തെ 1001 വലിയതല്ലേ? അന്നത്തെ 1001 ഇന്നത്തെ 1 മുകളിലാണ്. ആ അത് അന്ന് സോപ്പ് മേടിച്ച് ദേഹമൊക്കെ കഴുകിടാന്നും പറഞ്ഞു തന്നതാണ്. ഞാൻ അടിച്ച് തപ്പുന്ന കാലമാണ്. പാറ്റുകാരായ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ സ്റ്റോക്ക് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. അത് മേടിച്ചുകൊണ്ട് ഒരു സഞ്ചി പാറ്റുകാരായ കുപ്പി മേടിച്ച് അതവിടെ ഇരുന്നുകൊണ്ട് അടിച്ചു. കൂട്ടുകാരും കൂടി ഇരുന്ന് അടിച്ചു. പിന്നെ ഇവരെന്നെ അങ്ങനെ എടുത്ത് ഇങ്ങനെ അമ്മാനെ വാടുക അവിടെ നിന്ന ആൾക്കാരെല്ലാം കൂടെ.